ബംഗ്ലാദേശിൽ വീണ്ടും വിദ്യാർത്ഥി കലാപം ഉണ്ടാവുകയാണ്. അതെ, അങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകൾ. നമ്മൾ ഓർക്കുന്നില്ല, ഓഗസ്റ്റ് മാസത്തിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. സർവകലാശാലയിൽ നിന്ന്, ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നുൾപ്പെടെയാണ് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങി. വലിയ കലാപമായി. അവസാനം അവർ പ്രധാനമന്ത്രിയുടെ വസതി വരെ കൊള്ളയടിച്ച് പ്രധാനമന്ത്രിയെ രാജ്യത്തു നിന്ന് ഓടിച്ചു. എന്നിട്ട് കസേര കയറിയിരിക്കുകയാണ് മുഹമ്മദ് യൂനസ്. ഇപ്പോൾ അതേ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് കണ്ട അതേ വിഷ്വൽസ് ആണെന്നോ സംശയം വരുന്നു. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തു, അതെല്ലാം ഒറിജിനലാണ്, ഏറ്റവും ലേറ്റസ്റ്റാണ്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു, അവർ കലാപം നടത്തുന്നു, തീ വെക്കുന്നു, വണ്ടിക്ക് കല്ലെറിയുന്നു. വലിയ പ്രശ്നമായിട്ട് ധാക്ക യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തേക്ക് 4 പ്ലാറ്റൂൺ ബോർഡർ ഗാർഡ് ഓഫ് ബംഗ്ലാദേശ്, പോലീസിനെയല്ല, ബോർഡർ ഗാർഡ് ഓഫ് ബംഗ്ലാദേശിനെ വിന്യസിച്ചു. അതായത് നമ്മുടെ BSF പോലെ അതിർത്തി സംരക്ഷിക്കുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് BGP വിന്യസിച്ചു എന്നാണ് ഈ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമാനമായ കാര്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്ന എന്നറിയോ, കോളേജുകളിൽ സംവരണം കൊടുക്കുന്നത് അവസാനിപ്പിക്കണം. അന്ന് ഹസീനയ്ക്കെതിരെ സമരം നടത്തിയപ്പോഴും കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണം എന്നായിരുന്നു ആവശ്യം. കോട്ട സമ്പ്രദായം ശരിക്കും അന്നത്തെ കോട്ട എന്ന് പറയുന്നത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്നല്ലോ. മുക്തി ബാഹിനിയുടെ നേതൃത്വത്തിൽ, മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ, ഹസീനയുടെ പിതാവിൻ്റെ കാലത്ത് നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള സമരം. ആ സമരത്തിൽ പങ്കെടുത്തവർക്ക്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിനും സർക്കാർ സർവീസുകളിലേക്കും സംവരണം കൊടുക്കുന്ന ഒരു പദ്ധതി ബംഗ്ലാദേശിലുണ്ടായിരുന്നു, ദീർഘകാലം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് ഷെയ്ഖ് ഹസീന റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ കോടതി പറഞ്ഞു. ഷെയ്ഖ് ഹസീനയല്ല. അതിനെതിരെയാണ് ബംഗ്ലാദേശിൽ കലാപം തുടങ്ങിയത്. ഷെയ്ഖ് ഹസീനയല്ല, കോടതി. നമ്മുടെ മണിപ്പൂരിലെ കാര്യം പറഞ്ഞ പോലെ മണിപ്പൂരിൽ മെയ്തൈകൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് ആര് പറഞ്ഞു? കോടതി പറഞ്ഞു. അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കി. പിന്നീട് കോടതി, അത് ഹൈക്കോടതി, സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു മണിപ്പൂരിൽ. ഇതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഈ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തിരുന്നു. പക്ഷേ കലാപം ഉണ്ടായി, ഹസീനയ്ക്കെതിരെ സമരമായി. കോടതി ഉത്തരവിൻ്റെ പേരിൽ ഹസീന ശരിക്കും ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ അന്ന് അംഗീകരിക്കുകയാണ്. സമരക്കാരുടെ ആവശ്യം ഈ സംവരണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഹസീന മരവിപ്പിച്ചിരുന്നു. ആ മരവിപ്പിച്ചത് സ്റ്റേ മാറ്റാനാണ് സുപ്രീം കോടതി ഈ ബംഗ്ലാദേശിൽ ഉത്തരവിട്ടത്. അതിൻ്റെ പേരിലാണ് ബംഗ്ലാദേശ് കലാപം ഉണ്ടായത്. ഇപ്പോഴത്തേത് ബാക്കി അവശേഷിക്കുന്നത് ഉൾപ്പെടെയുള്ള സംവരണങ്ങൾ എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടാണ് സമാനമായ രീതിയിൽ ബംഗ്ലാദേശിൽ കലാപം ആരംഭിക്കുന്നത്. അവർ വലിയ കലാപമാണ്. കലാപം എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കലാപം തുടങ്ങിയതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ഒരു കലാപമാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പോലീസിന് ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് പോലീസ് വണ്ടികളൊക്കെ ഒതുക്കി പോലീസുകാർ പട്രോളിംഗ് ഉൾപ്പെടെ നിർത്തിയിരിക്കുക. ധാക്ക സിറ്റിയിൽ 500 പട്രോളിംഗ് വാഹനങ്ങളുള്ളതിൽ 1-2 മാത്രമേ ഇപ്പോൾ ഓടുന്നുള്ളൂ, ധാക്ക തലസ്ഥാന നഗരത്തിൽ. അപ്പോൾ പോലീസിന് ഒരു നിവൃത്തിയില്ല, പോലീസിന് ഇടപെടാൻ കഴിയുന്നില്ല. അവർക്ക് വാഹനം പോലും ഇല്ലാത്തതുകൊണ്ടാണ് അതിർത്തി കാക്കേണ്ടുന്ന ബോർഡർ ഗാർഡ്സിനെ ഇപ്പോൾ ധാക്ക യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു മാറ്റമാണ്. കാരണം ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പറയുന്ന പോലെ വിദ്യാർത്ഥികളെ ചട്ടുകമായി ഉപയോഗിച്ച് അധികാരത്തിൽ വരാനും അതിനുള്ള അവസരമാണ് യൂനിസ് പിന്നിലിരുന്ന് ഡീപ് സ്റ്റേറ്റിൻ്റെ സോറോസിൻ്റെ സഹായത്തോടെ ജമാഅത്തെ ഇസ്ലാമിയെ കരുവാക്കിക്കൊണ്ട് ചെയ്തത്. ഇപ്പോൾ അതേ യൂനിസിനെതിരെ അതേ ഭസ്മാസുരൻ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ജനുവരി 20 ശേഷം ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റത്തിന് ശേഷം ബംഗ്ലാദേശിന് US എയ്ഡ് ഇല്ല, ഭക്ഷണ വസ്തുക്കൾ പോലുമില്ല. ബംഗ്ലാദേശിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ ഇടപെടൽ നടത്തുന്ന ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക സഹായം നിർത്തിയിരിക്കുന്നു. അതിലൊക്കെ ഉപരി ബംഗ്ലാദേശിന് അരിയില്ല, ഡീസലില്ല, ഒന്നുമില്ല. ഇന്ത്യ കൊടുത്തു. ഡിസംബറിലും ജനുവരി ആദ്യവുമായി 50,000 ടൺ അരി നമ്മൾ കൊടുത്തു. പണം വാങ്ങിയിട്ടാണ് കൊടുത്തത്. എങ്കിൽ പോലും ഡീസൽ ചോദിച്ചിട്ട് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. വൈദ്യുതിയില്ല. അദാനിയും ത്രിപുര സർക്കാരും കൊടുക്കുന്ന വൈദ്യുതി പണം കിട്ടാത്തതുകൊണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കലാപമായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബംഗ്ലാദേശ് വല്ലാതെ ഞെരുങ്ങി വല്ലാണ്ടായിക്കൊണ്ടിരിക്കും. അമേരിക്കൻ സഹായമില്ലാതെ വരുന്നതോടുകൂടി വലിയ ദാരിദ്ര്യം ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ താമസിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാശും അമേരിക്ക ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതും കട്ട് ചെയ്തതോടെ
ഈ റോഹിംഗ്യൻ കലാപം ഉണ്ടാവുന്നു, അതിർത്തി മുഴുവൻ അരക്കൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ബംഗ്ലാദേശിൽ വീണ്ടും വിദ്യാർത്ഥി കലാപം ഉണ്ടാവുകയാണ്. ഇതിനിടയ്ക്ക് രാഷ്ട്രീയമായി മറ്റൊരു കാര്യം കൂടെ നടന്നു. ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണല്ലോ ഇപ്പോഴത്തെ അഡ്വൈസർ പറയുന്നത്. അഡ്വൈസർ നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ജനാധിപത്യം കൊണ്ടുവരാനാണെങ്കിൽ അവർ അവാമി ലീഗിനെ നിരോധിക്കുമെന്നാണ് പറയുന്നത്. അവാമി ലീഗിന് മത്സരിക്കാൻ പാടില്ല. അതെന്ത് ന്യായമാണ്? ഒരു പാർട്ടി ജയിച്ച അധികാരത്തിലിരുന്ന പാർട്ടിയെ അട്ടിമറിച്ചിട്ട് നിങ്ങൾ ഭരണം പിടിച്ചെടുത്തു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാനേ പാടില്ല എന്ന് നിയമം കൊണ്ടുവരും. അതാണല്ലോ ജനാധിപത്യം. അതെന്ത് ജനാധിപത്യമാണ്? അവാമി ലീഗ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഇവർ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിയും. അതുകൊണ്ട് അത് എന്തൊരു ജനാധിപത്യം? ഇതാണല്ലോ ഇവരുടെ ജനാധിപത്യം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അവാമി ലീഗ് ഢാക്കയിൽ ഒരു പ്രകടനം നടത്തി. 15-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കടുത്ത ജനാധിപത്യ ദംസനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവാമി ലീഗിൻ്റെ പ്രവർത്തകർ പ്രകടനം കഴിഞ്ഞ ആഴ്ച നടത്തി യൂനിസിനെ ഞെട്ടിച്ചു. ഇപ്പോൾ അവാമി ലീഗിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അവാമി ലീഗ് രാജ്യവ്യാപകമായി പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ്. ഫെബ്രുവരി 1 മുതൽ പാർട്ടി തെരുവിലിറങ്ങുമെന്ന് അവാമി ലീഗിൻ്റെ ബംഗ്ലാദേശിലെ നേതൃത്വം ഇപ്പം സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തു. അത് ഫെബ്രുവരി 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചുകളും റാലികളും നടത്തും. ഫെബ്രുവരി 16-ന് രാജ്യവ്യാപകമായി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ റോഡുകളും ഒക്കെ ഉപരോധിക്കും. ഫെബ്രുവരി 18-ന് ബംഗ്ലാദേശിൽ അവാമി ലീഗിൻ്റെ പൊതുപണിമുടക്ക് വരികയാണ്. അങ്ങനെ ഇക്കാലം അത്രയും നിശബ്ദരായി മാളത്തിലേക്ക് മാറിയിരുന്ന അവാമി ലീഗ് വീണ്ടും പ്രത്യക്ഷ സമരരംഗത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വിദ്യാർത്ഥി സംഘടനകളാണ് ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥി സംഘടനകളിലൂടെ നേട്ടം ഉണ്ടാക്കിയത് ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒരു അഡ്വൈസറെ വെച്ചു. ഈ അഡ്വൈസറെ വെച്ചെങ്കിലും ആ രാജ്യത്തിൻ്റെ ഭരണം കൃത്യമായി പോകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവതലമുറ മനസ്സിലാക്കുന്നു. ആ യുവതലമുറ സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അവാമി ലീഗ് അവർക്ക് ഊർജ്ജം പകരാൻ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഇത് വലിയ പ്രക്ഷോഭവും. അല്ലത് അങ്ങനെ കണക്ട് ചെയ്യേണ്ട സിനു. ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ബംഗ്ലാദേശിൽ ഫുട്ബോളുണ്ട്, ബംഗ്ലാദേശ് ഫുട്ബോൾ ഫെഡറേഷനുണ്ട്. അവർ ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ വനിതകളുടെ ഫുട്ബോൾ മത്സരം നടത്താൻ പാടില്ല. വനിതാ ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ആയുധങ്ങളുമായി കുറേ ആളുകൾ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് വനിതാ ഫുട്ബോൾ അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ബംഗ്ലാദേശ് സർക്കാർ ഇനി വനിതകൾ ഫുട്ബോൾ കളിക്കണ്ടെന്ന് പറഞ്ഞു. ബംഗ്ലാദേശ് ഫുട്ബോൾ ഫെഡറേഷൻ അതിനെതിരെ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഫുട്ബോൾ ജാതിയും മതവും ദേശവും ലിംഗവും ഇല്ലാത്തൊരു വിനോദമാണ് ഫുട്ബോൾ. അത് വിലക്കാൻ പാടില്ല. പക്ഷേ ബംഗ്ലാദേശ് വിലക്കി. അപ്പോൾ ബംഗ്ലാദേശ് കൂടുതൽ മൗലികവാദത്തിലേക്ക് പോവുകയാണ്. പാകിസ്ഥാനിൻ്റെ സഹായം തേടുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു പക്ഷേ ഈ പെട്ടെന്ന് നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞ അവാമി ലീഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവാമി ലീഗ് ഇപ്പോൾ പെട്ടെന്ന് സമരം പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? നമ്മളതാണ് ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് ഇപ്പോൾ അവാമി ലീഗ് സമരം പ്രഖ്യാപിക്കുന്നു? ഇക്കാലം അത്രയും ഓഗസ്റ്റ് ശേഷം ഇതുവരെ മിണ്ടാതിരുന്ന അവാമി ലീഗ് കഴിഞ്ഞ ആഴ്ച 15 പേരുടെ പ്രകടനം നടത്തി. ഇനി രാജ്യവ്യാപകമായി 18-ാം തീയതി ഫെബ്രുവരി 18 പൊതുപണിമുടക്കടക്കം നടത്താൻ പോവുകയാണ്. എന്താണ് പേടിച്ചിരിക്കുകയായിരിക്കില്ലേ അവാമി ലീഗ് നേതാക്കളടക്കം? അങ്ങനെ പേടിച്ചതാണോ? മാറ്റത്തിന് കാരണം ജനുവരി 20 സിനു. അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ട്രംപ് വന്നു. ട്രംപ് വന്നപ്പോഴേ പണി കൊടുത്തു. ആർക്ക്? ബംഗ്ലാദേശിന്. ഇനി സഹായം ഇല്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞതില്ലേ, കാത്തിരിക്കുകയാണ് ട്രംപ് വരട്ടെ, ട്രംപിനറിയാം ബംഗ്ലാദേശിൽ എന്താണ് ചെയ്യേണ്ടത്. ട്രംപ് വന്നു. അമേരിക്കൻ സർക്കാർ ഇപ്പോൾ ഉള്ള ബംഗ്ലാദേശിലെ യൂനിസിൻ്റെ സ്ഥിതി വല്ലാതെ പരിതാപകരമായി. ഈ പറഞ്ഞ പോലെ ഇന്ത്യ അരി കൊടുത്തു, പക്ഷേ ഡീസൽ കൊടുത്തില്ല. കൊടുത്തു, ഡീസൽ കൊടുത്തില്ല. അരി കഴിക്കണം. ബംഗ്ലാദേശിലെ ആളുകൾക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണം. പക്ഷേ ഡീസൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ പോലീസ് വണ്ടി ഓടിക്കാനും അവൻ്റെ പട്ടാള വണ്ടി ഓടിക്കാനുമാണ്. അത് കൊടുക്കണമെന്ന് ഇന്ത്യ എന്തിന് തയ്യാറാവണം? അപ്പോൾ വളരെ തന്ത്രപരമായൊരു നിലപാടെടുത്തിട്ട് ഇന്ത്യ അങ്ങനെ ഒന്ന് പ്രഷറൈസ് ചെയ്തു. നിൻ്റെ സൈന്യവും പോലീസും ഇനി നീങ്ങണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ സൈന്യവും പോലീസും മാത്രമല്ലല്ലോ, ഡീസലില്ലെങ്കിൽ അവരുടെ വാഹനങ്ങളെല്ലാം നിശ്ചലമാവും. അപ്പോൾ ബംഗ്ലാദേശിന് വലിയൊരു ചക്രം നിലയ്ക്കാൻ പോവുകയാണ്. ഈ ചക്രം മാത്രമല്ല, അത് നിലച്ചു. അമേരിക്ക ആ ചക്രം നിർത്തിയതോടുകൂടി ഇന്ത്യ അവരുടെ യന്ത്രഭാഗങ്ങളുടെയും മോട്ടോർ വാഹനങ്ങളുടെയും ചക്രങ്ങൾ നിർത്താനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യൂനിസിൻ്റെ നില കൂടുതൽ പരുങ്ങലായി എന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാവത്തില്ലേ അവാമി ലീഗ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്? ദവം വീഴാൻ പോവാണ്, നിങ്ങളൊന്ന് തള്ളിക്കോ, ഒന്ന് ഇറങ്ങിക്കോ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം, അല്ലെങ്കിൽ അമേരിക്ക ആയിരിക്കാം. ഒരു പിന്തുണ വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന്. യൂനിസ് ഇപ്പോൾ വീഴും, നിങ്ങളൊന്ന് തള്ളിയാൽ മതി.
എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം അവാമി ലീഗ് ഫെബ്രുവരി 1 മുതൽ 18 വരെ ഓരോ ദിവസവും എന്ത് ചെയ്യുന്ന ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. 6-ാം തീയതി 1 മുതൽ പരസ്യ തെരുവിലിറങ്ങും, 6 മുതൽ 10 വരെ റാലികളും മാർച്ചുകളും, 16-ന് ഉപരോധം, 18-ന് ബംഗ്ലാദേശിൽ ദേശീയ പണിമുടക്ക്. ഇത്രയും സമരങ്ങൾ ഷെഡ്യൂൾഡായിട്ട് അവാമി ലീഗ് 5-6 മാസത്തെ മൗനത്തിന് ശേഷം പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹസീന തിരിച്ചു പോകാനുള്ള വഴി വരികയാണ്. ഹസീനെ വിട്ടുകിട്ടണമെന്നുള്ള ഇവരുടെ നോട്ടീസ് ഇവിടെ കിടക്കുന്നു. ഇന്ത്യ പോടാ പുല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്കാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നത്. ഒരു പക്ഷേ വിദ്യാർത്ഥി പ്രക്ഷോഭം അവാമി ലീഗിൻ്റെ പിന്തുണയോടെ എന്ന് കരുതുന്നതിലും നല്ലത് ഈ യൂനിസിനെ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ഇയാൾക്ക് 90 വയസ്സും കഴിഞ്ഞു. അമേരിക്ക ഒരു പിടിമുറുക്കിയാൽ ഇയാൾ രാജ്യം വിട്ട് ഓടേണ്ടി വരും എന്ന് കരുതിയിട്ട് ജമായത്തെ ഇസ്ലാമി തന്നെ ഈ വീണ്ടും വിദ്യാർത്ഥികളുടെ രംഗത്തിറക്കിയതാണെങ്കിലോ, എന്നിട്ട് അവർക്ക് തന്ത്രപരമായി ഭരണം പിടിച്ച് അവർക്ക് കൂടുതൽ ഉറപ്പുള്ള, കൂടുതൽ വിശ്വസ്തനായ ഒരാളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് സർവ്വനിയന്ത്രണം ഏറ്റെടുത്ത് എല്ലാ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തി ഇസ്ലാമിക രാജ്യമാക്കാനുള്ള നീക്കത്തിന് വേഗം കൂട്ടാനുള്ള ശ്രമമാണെങ്കിലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ സംഘർഷത്തിനെല്ലാം അന്ന് ഊർജ്ജം പകർന്നത് ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ബൈഡൻ ഭരണകൂടമായിരുന്നു. പക്ഷേ ട്രംപ് ഭരണകൂടം നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ലോകത്താദ്യമായിട്ടാണ് ഒരു സർക്കാരിനെ നിയന്ത്രിക്കാൻ കിട്ടുന്നത്. ലോകത്ത് പാകിസ്ഥാനിലൊക്കെ ഉണ്ടായതാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. പാകിസ്ഥാനിലാണ് അതിൻ്റെ ബീജാഭാവം ചെയ്തത്. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ആദ്യമായിട്ട് ഒരു സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്, വേണ്ടി വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർക്കാർ ഉണ്ടാക്കാം. എവിടെ? ബംഗ്ലാദേശിൽ. ആ തരത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ യൂനിസ് വീഴും. അന്ന് ആ യൂനിസ് വീഴുന്നതിന് മുമ്പ് നമുക്ക് യൂനിസ് വീണിട്ട് ഹസീന തിരിച്ചു വരണം. അതിന് മുമ്പ് യൂനിസിനെ നമ്മളായിട്ട് പുറത്ത് കളഞ്ഞിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കിയേക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായി ഈ കുട്ടിക്കുരങ്ങന്മാരെ രംഗത്തിറക്കിയതാണെങ്കിലോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹസീനയ്ക്ക് ഓടിപ്പോകാൻ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. യൂനിസ് എങ്ങോട്ട് പോകും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.